കുട്ടികളോടൊപ്പം ശിക്ഷ അനുഭവിച്ച ഗുരുവായൂരപ്പന്റെ കഥ അറിയാം. പണ്ടുകാലത്ത് ധാരാളം കുട്ടികൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കളിച്ചു നടന്നിരുന്നു. കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആ കുട്ടികൾ അമ്പലത്തിലെ നിവേദ്യങ്ങൾ കഴിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു അവിടെ വന്നിരുന്നത്. കൊടിമരത്തിനടുത്ത് വലിയ ചെമ്പിൻ പാത്രത്തിൽ കുന്നിക്കുരുവും കടുകും നാണയങ്ങളും ഇട്ടുവെക്കുക പതിവായിരുന്നു. കുട്ടികളുടെ ബുദ്ധിവർദ്ധനയ്ക്കായി അമ്മമാർ കുട്ടികളെ കൊണ്ട് കുന്നിക്കുരു വാരിച്ച് ആ പാത്രത്തിൽ തന്നെ നാണയങ്ങൾ സമർപ്പിക്കുന്നത് പതിവായിരുന്നു. ഒരിക്കൽ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കണിശക്കാരനായ ഭട്ടതിരിയുടെ അടുത്ത് ഒരു പരാതി എത്തി. കുട്ടികൾ പാത്രത്തിൽ നിന്നും നാണയങ്ങൾ എടുത്ത് പഴം വാങ്ങി തിന്നുന്നുണ്ടെന്ന്. അങ്ങനെ അന്വേഷണത്തിൽ കുട്ടികൾ സത്യം പറഞ്ഞു. അമ്പലത്തിൽ നിന്നും ഭക്ഷണമൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ വിശപ്പ് സഹിക്കാനാകാതെ കുന്നിക്കുരു ചെമ്പിൽ നിന്നും നാണയങ്ങൾ എടുത്ത് പഴം വാങ്ങിയിട്ടുണ്ടെന്നും പക്ഷേ ഭഗവാന് സമർപ്പിച്ചതിനു ശേഷമാണ് ഞങ്ങൾ കഴിക്കുക പതിവ് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കണിശക്കാരനായ ഭട്ടത്തിരി അവർക്ക് കടുത്ത ശിക്ഷ വിധിച്ചു. നിങ്ങൾ എല്ലാവരും കൈയും കെട്ടി മതിലകത്ത് അഞ്ചോട്ട പ്രദർശനം ചെയ്യണം. അതിനുശേഷം കൊടിമരത്തിന് അടുത്തിറങ്ങി സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ഇനി ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് ക്ഷമാപണം നടത്തുകയും വേണം. അങ്ങനെ കുട്ടികൾ ഓടാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവരുടെ കൂടെ ഒരു കുട്ടി കൂടെ വന്നു. കുട്ടികൾ എത്ര ഓടിയിട്ടും അവർക്ക് ക്ഷീണമുണ്ടായില്ല. അത്ഭുതപ്പെട്ട് എല്ലാവരും ശ്രീകോവിലിലേക്ക് നോക്കിയപ്പോൾ ഭഗവാന്റെ വിഗ്രഹം കരിപുരണ്ടതുപോലെ ഇരിക്കുന്നതാണ്. അതോടെ ഭഗവാനാണ് കുട്ടികളുടെ കൂടെ ഓടിയതെന്ന് എല്ലാവർക്കും മനസ്സിലായി. തെറ്റ് മനസ്സിലാക്കിയ അധികാരികൾ ഭഗവാനോട് ക്ഷമാപണം നടത്തി. പെട്ടെന്ന് അകത്തുനിന്നും ഒരു അശരീരി കേൾക്കുവാനായി. ആ പിഞ്ചു കുട്ടികളെ ഇത്രയും വലിയ കടുത്ത ശിക്ഷയ്ക്ക് വിധിക്കേണ്ടതില്ലായിരുന്നു. അനാഥരായ കുട്ടികൾ എന്നോട് ചോദിച്ചതിനു ശേഷമാണ് നാണയങ്ങൾ എടുത്തത്. എനിക്ക് പഴം സമർപ്പിച്ചതിനു ശേഷമാണ് അവർ കഴിച്ചത്. ഇനി മുതൽ എന്റെ സന്നിധാനത്തിൽ വരുന്ന ഒരു കുട്ടിയും പട്ടിണി കിടക്കരുത്. ഉച്ചപൂജയ്ക്ക് ശേഷം എല്ലാവർക്കും പ്രസാദം നൽകണം. അന്നു മുതൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്ര പരിസരത്ത് Download ShareChat.